Hello, hi students. In today's class, we are going to discuss Unit 2, Activity 2, Vocabulary Definitions. English at the Workplace-ലെ സെക്കൻഡ് യൂണിറ്റിലെ വൊക്കാബുലറി ഗ്രാമർ പാർട്ട് ആക്ടിവിറ്റികളൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് പഠിക്കണം. കാരണം നിങ്ങൾ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസിലൊക്കെ ഈ വൊക്കാബുലറി ഈ പദാവലിയുടെ മീനിങ് അറിഞ്ഞിരിക്കണം നിർബന്ധമാണെങ്കിൽ നമുക്ക് ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ഇതേ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ പദാവലിയാണ്, അതിൻ്റെ നിർവചനങ്ങൾ ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചാലേ നമുക്ക് ഇങ്ങനെയുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുകൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്, ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ ഉപയോഗിച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താ? I have been in this job so long that I feel my career is more or less dash in bracket progressive static. ഒരുപാട് നാളായി ഈ ജോലിയിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് എന്താണ് എൻ്റെ കരിയറിനെ പറ്റിയുള്ള ഫീലിംഗ്? മോർ ഓർ ലെസ് പ്രോഗ്രസീവ് വരുമോ അല്ലെങ്കിൽ മോർ ഓർ ലെസ് സ്റ്റാറ്റിക് വരുമോ? ഒരേ ജോലിയിൽ തന്നെ കുറേ നാൾ തുടരുന്നു, ഒരു മാറ്റവും ഇല്ല, ഒരു പുരോഗമനവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലി സ്റ്റാറ്റിക് അല്ലേ? അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് ചേരുക? മൈ കരിയർ ഈസ് സ്റ്റാറ്റിക് എന്നാണ് വരിക അല്ലേ? കുറേ നാൾ ഇതേ ജോലിയിൽ തന്നെ തുടരുന്നത് കൊണ്ട് എൻ്റെ കരിയറിനെ പറ്റിയുള്ള ഫീലിംഗ് എന്താണ്? സ്റ്റാറ്റിക്കാണ്, സ്ഥിരമായ ജോലിയിലാണ് ഞാനുള്ളത്, പ്രോഗ്രസീവ് അല്ല. അപ്പം ഇവിടെ ആൻസർ സ്റ്റാറ്റിക്. സെക്കൻഡ്, ഇഫ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ഡാഷ് ദ പോസിബിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് ഇൻ ബ്രാക്കറ്റ് എക്സ്പ്ലോർ ആക്സെപ്റ്റ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്ത്? വ്യത്യസ്ത ജോലി സാധ്യതകൾ എന്ത് ചെയ്യുക? വ്യത്യസ്ത കരിയർ ഓപ്ഷനുകൾ ഡാഷ് ചെയ്യുക എന്നത് എന്താണ്? രസകരമാണ്. അപ്പം നമ്മളിവിടെ എന്ത് ആൻസർ ചെയ്തു? ബ്രാക്കറ്റിൽ രണ്ടുണ്ട്. വ്യത്യസ്തമായ ജോലി സാധ്യതകൾ വരുമ്പം അത് എക്സ്പ്ലോർ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. എക്സ്പ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളത് പര്യവേക്ഷണം ചെയ്യുക. പലരും എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയും, എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ്. സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ്. അപ്പോൾ വ്യത്യസ്തമായ കരിയർ ഓപ്ഷൻസ് വരുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നതാണോ രസകരം അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണോ രസകരം? അപ്പോൾ ഇവിടെ കൂടുതൽ ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് സ്വാഭാവികമായിട്ടും എക്സ്പ്ലോർ എന്നുള്ളതാണ്. ഓക്കെ, വ്യത്യസ്തമായ ജോലി സാധ്യതകൾ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു explore the possibilities of different career options. Okay. Third, it is advisable to take help from dash to find a job, consultants, offices. അപ്പം ഇവിടെ ചോദ്യം ഉദ്ദേശിക്കുന്നത്, ഒരു ജോലി കണ്ടെത്തുന്നതിന് ഡാഷിൽ നിന്ന് സഹായം തേടുന്നത് ഉചിതമാണ്. ബ്രാക്കറ്റിലുള്ളത് കൺസൾട്ടൻസും ഉണ്ട്, ഓഫീസുകളും ഉണ്ട്. അപ്പോൾ ഓഫീസുകളിൽ നിന്ന് സഹായം തേടുന്നതാണോ ഉചിതം ഒരു ജോലി കണ്ടെത്താൻ, അല്ലെങ്കിൽ കൺസൾട്ടൻറ്റുകളിൽ നിന്ന് ജോലി തേടുന്നതാണോ ഉചിതം? അപ്പോൾ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ ജോലിയെ പറ്റി പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവരിൽ നിന്നാണ് നമ്മൾ എന്ത് വേണ്ടത്? നമുക്കൊരു ജോലി കണ്ടെത്താൻ വേണ്ടി സഹായം തേടേണ്ടത്. അതായത് ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിൽ പോയാൽ നമുക്കങ്ങനെ ജോലി കണ്ടെത്താൻ വേണ്ടി അവർ നമുക്ക് സഹായിക്കത്തൊന്നുമില്ല, കൺസൾട്ടൻറ്റുകളാണ് സഹായിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്താണ്? കൺസൾട്ടൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ടേക്ക് ഹെൽപ്പ് ഫ്രം കൺസൾട്ടൻസ് ടു ഫൈൻഡ് എ ജോബ്. ഇനി അടുത്തത്, സംടൈംസ് ഇൻ ദ ഡാഷ് വേൾഡ് ടുഡേ ജോബ്സ് ആർ നോട്ട് അഡ്വർടൈസ്ഡ്, കൺസൾട്ടൻറ്റ്, കോമ്പറ്റേറ്റീവ്. വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ്? ചിലപ്പോൾ ഡാഷ് ലോകത്ത് ഇന്ന് ജോലികൾ പരസ്യപ്പെടുത്തില്ല. ചിലപ്പോൾ എന്ത് ലോകത്ത് എന്നാണ് പറയുക? കൺസൾട്ടൻറ്റ് ലോകത്ത് എന്ന് പറയുമോ? കോമ്പറ്റേറ്റീവ് എന്നല്ലേ നമ്മൾ പറയുന്നത്, കൺസൾട്ടൻറ്റ് വേൾഡ് എന്ന് പറയില്ല അല്ലേ? ഉപദേശകൻ ലോകത്ത് ഇന്ന് ജോലികൾ പരസ്യപ്പെടുത്തില്ല എന്നല്ല, കോമ്പറ്റേറ്റീവ് വേൾഡാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ മത്സരാധിഷ്ഠിത ലോകത്ത് ഇന്ന് ജോലികൾ പരസ്യപ്പെടുത്തില്ല. കാരണം എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലികൾ വാങ്ങാൻ വേണ്ടി. അപ്പം മത്സരാധിഷ്ഠിത ലോകത്ത് ഇന്ന് ജോലികൾ പരസ്യപ്പെടുത്തില്ല. അപ്പോൾ ഇവിടെ കൺസൾട്ടൻറ്റ് വേൾഡ് അല്ല, കോമ്പറ്റേറ്റീവ് വേൾഡാണ്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ വേർഡ് അല്ലേ? കോമ്പറ്റേറ്റീവ് വേൾഡാണ് കേട്ടോ. ഇനി പത്രങ്ങളുടെ ഡാഷ് വിഭാഗങ്ങളിൽ ജോലികൾ പരസ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താ ക്വസ്റ്റ്യൻ?
ജോബ്സ് ആർ അഡ്വർടൈസ്ഡ് ഇൻ ദ ഡാഷ് സെക്ഷൻസ് ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പറിലെ ഏത് സെക്ഷൻസിലാണ് ജോലി കാര്യങ്ങൾ പരസ്യപ്പെടുത്താറ്? ജോബൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് എപ്പോഴും പരസ്യം നോക്കുന്ന ആൾക്കാരാണ്, പത്രങ്ങൾ വായിക്കുന്നവരാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 2 ഓപ്ഷനുണ്ട്. മാട്രിമോണിയൽ, റിക്രൂട്ട്മെൻറ്റ്. മാട്രിമോണിയൽ ന്യൂസ് പേപ്പർ സെക്ഷൻ അഡ്വർടൈസ് ചെയ്യുന്നത് മാട്രിമോണി ആഡ്സ് ആയിരിക്കും അല്ലേ? കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ, വരന് ആവശ്യമുണ്ട്, വധുവിന് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ. അതേസമയം റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻസ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പറിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പം അതാണ് ആൻസർ. ഓക്കെ, റിക്രൂട്ട്മെൻറ്റ് നമ്മൾ പറയാറില്ലേ, ഏജൻസികളുണ്ട്, റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്. അപ്പം അവർക്ക് ജോലിക്കാരെയാണ് ആവശ്യം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഇതാണ് കാര്യം. അപ്പം ഒന്നും കൂടി ഓരോ വാക്കുകളും അതിൻ്റെ മീനിങ്സും ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്താണ്. ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവും, അതുകൊണ്ടാണ്. പ്രോഗ്രസ് മീനിങ് പുരോഗമനം, സ്റ്റാറ്റിക് മീനിങ് സ്ഥിരമായ, എക്സ്പ്ലോർ പര്യവേക്ഷണം ചെയ്യുക, അക്സെപ്റ്റ് സ്വീകരിക്കുക, കൺസൾട്ടൻറ്റ് ഓഫീസുകൾ, കൺസൾട്ടൻറ്റ്, കോമ്പറ്റിറ്റീവ് എന്ന് വെച്ചാൽ മത്സരാധിഷ്ഠിത വേൾഡ്, മാട്രിമോണിയൽ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസി. അപ്പം ഈ ഒരു ബേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ബ്രാക്കറ്റിൽ നിന്ന് ഏറ്റവും യോജിച്ച ഉത്തരങ്ങൾ എഴുതാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നോട്ട് എടുത്ത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചെയ്യാം. ഇതാണ് ആൻസേഴ്സ് കേട്ടോ. 1 തൊട്ട് 5 വരെയുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുകളിൽ ബ്രാക്കറ്റിൽ നിന്നും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ ചേർത്ത് അതെന്നിട്ടൊന്ന് വായിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ആക്ടിവിറ്റി സെക്കൻഡ് ആക്ടിവിറ്റിയിലെ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ലുക്ക് അറ്റ് ദ അഡ്ജക്റ്റീവ്സ് ബിലോ, മാച്ച് ഈച്ച് ഓഫ് ദ ഡെഫിനിഷൻസ് 1 to 12 with one of the adjectives. The first one is done for you. താഴെ ഒരു ബോക്സിൽ ഒരുപാട് അഡ്ജക്റ്റീവ്സ്, നാമവിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്നത് ഈ അഡ്ജക്റ്റീവ്സിൻ്റെ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് ആണ്. 12 എണ്ണമാണ് അഡ്ജക്റ്റീവ്സ് ബോക്സിലും അതിൻ്റെ ഡെഫിനിഷൻസ് താഴെയായി തന്നിട്ടുള്ളത്. ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവ്സിനെ താഴെ തന്നിരിക്കുന്ന ഡെഫിനിഷൻസുമായിട്ട് മാച്ചപ്പ് ചെയ്യണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കണം. വായിച്ച് നോക്കി ഓരോ ഡെഫിനിഷനും ഏറ്റവും യോജിക്കുന്ന അഡ്ജക്റ്റീവ് ഏതാണോ അങ്ങനെ നിങ്ങൾ മാച്ച് ചെയ്യണം. ഒന്ന് നോക്കാം, തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. എ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഗെറ്റ് ടു ദ ടോപ്പ്, അംബീഷ്യസ് ആണ് ആൻസർ. എ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഗെറ്റ് ടു ദ ടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മുകളിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. നമ്മളെപ്പോഴും എല്ലാവരും പറയും നല്ല അംബീഷ്യസ് ആയിരിക്കണമെന്നല്ലേ. എ പേഴ്സൺ ഹു വാണ്ട്സ് ടു ഗെറ്റ് ടു ദ ടോപ്പ്, ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അംബീഷ്യസ് എന്ന് വിളിക്കാം അല്ലേ? നന്നായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. സെക്കൻഡ് നോക്കാം. എ പേഴ്സൺ ഹു ക്യാൻ റിലേറ്റ് ടു അതർ പീപ്പിൾസ് ഫീലിങ്സ്. എന്തായിരിക്കും ആൻസർ? മറ്റുള്ളവരുടെ വികാരങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തി. അവരെ നമ്മൾ എന്ത് വിളിക്കും? എന്താണ് നമുക്ക് അവരെ വിളിക്കാൻ പറ്റുക? അതെ, എംപത്തറ്റിക് ആണല്ലേ. അതെ. അപ്പോൾ എ പേഴ്സൺ ഹു ക്യാൻ റിലേറ്റ് ടു അതർ പീപ്പിൾസ് ഫീലിംഗ്, മറ്റുള്ള ആളുകളുടെ വികാരങ്ങൾ അത് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നമുക്ക് എംപത്തറ്റിക് എന്ന് വിളിക്കാം. തേർഡ് ഓപ്ഷൻ, തേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തേർഡ് അഡ്ജക്റ്റീവ് എന്തായിരിക്കും വരിക? എ പേഴ്സൺ ഹു എൻജോയ്സ് മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ന്യൂ സിറ്റുവേഷൻസ്. ആളുകളെയും പുതിയ സാഹചര്യങ്ങളെയും കണ്ടുമുട്ടുന്നത് ആസ്വദിക്കുന്ന ഒരു വ്യക്തി. അവരെ നമുക്ക് എന്ത് വിശേഷണമാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക? എന്ത് അഡ്ജക്റ്റീവാണ്? ആളുകളെയും പുതിയ പുതിയ സാഹചര്യങ്ങളെയും കണ്ടുമുട്ടുന്നത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തു പറയാം? അതെ, എക്സ്ട്രോവേർട്ട് എന്ന് പറയാം കേട്ടോ. എന്താണ് പറയുന്നത്? എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾ.
നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അറിയാം. നമ്മൾ പറയും ചില ആൾക്കാരെ കാണുമ്പം കുറച്ച് ഇൻട്രോവേർട്ടാണ് ആൾ. അവർക്കങ്ങനെ ആളുകളെയും ഇങ്ങനെ പുതിയ സാഹചര്യങ്ങളൊക്കെ കണ്ടുമുട്ടുമ്പം അവർ ഉൾവലിഞ്ഞ് നിൽക്കും. അവരങ്ങനെ പുറത്ത് വരുന്നൊരു ടൈപ്പല്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇൻട്രോവേർട്ട് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എന്താണ്, ഇൻട്രോവേർട്ട് അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ട്രോവേർട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, അഡ്ജക്റ്റീവായിട്ട്. അവർക്ക് എന്താണ്, ആളുകളുമായിട്ട് സംസാരിക്കുന്നത്, അവരെ കണ്ടുമുട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം എ പേഴ്സൺ ഹൂ ഈസ് എൻജോയിങ് മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ന്യൂ സിറ്റുവേഷൻസ്, അവരാണ് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹൂ ഈസ് ഓൾവേസ് ഓൺ ടൈം, കൃത്യസമയത്ത് എത്തിച്ചേരുന്നൊരു വ്യക്തി. കൃത്യസമയത്ത് എ പേഴ്സൺ ഹു ഈസ് ഓൾവേസ് ഓൺ ടൈം, കൃത്യസമയത്ത് എത്തുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? പങ്ക്ച്വൽ എന്ന് പറയും അല്ലേ. കൃത്യനിഷ്ഠമുള്ള ഒരാൾ, അത് പങ്ക്ച്വലാണ്. അടുത്തത് എ പേഴ്സൺ ഹു ക്യാൻ ബി കൗണ്ടഡ് അപ്പോൺ, എന്താണ്, കണക്കാക്കാൻ കഴിയുന്നൊരു വ്യക്തി, കൗണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയെ നമ്മൾ റിലയബിൾ എന്നാണ് വിളിക്കുക. സത്യസന്ധനായിരിക്കും. ഓക്കെ, കൗണ്ടബിൾ ആണ്. എ പേഴ്സൺ ഹൂ ക്യാൻ ബി കൗണ്ടഡ് അപ്പോൺ, അപ്പോൾ കൗണ്ടഡ് ആയിട്ടുള്ള ഒരാൾ റിലയബിൾ എന്നാണ് നമ്മൾ വിളിക്കുക. എ പേഴ്സൺ ഹൂ ക്യാൻ ചേഞ്ച് പീപ്പിൾസ് ഒപ്പീനിയൻസ്, മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ പെർസ്വേസീവ് എന്ന് വിളിക്കും. അതുപോലെ എ പേഴ്സൺ ഹൂ ഈസ് ഗുഡ് അറ്റ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ളൊരു പരിഹാരം കാണാൻ പറ്റുന്ന, ഒരു നല്ല പരിഹാരം കണ്ടെത്തുന്ന വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? പ്രാക്ടിക്കൽ എന്ന് വിളിക്കും. ഇനി എ പേഴ്സൺ ഹൂ ഈസ് ഒറിജിനൽ ഇൻ ഹിസ് തിങ്കിങ്, എ പേഴ്സൺ ഹൂ ഈസ് ഒറിജിനൽ ഇൻ ഹിസ് തിങ്കിങ്, ചിന്തയിൽ യഥാർത്ഥമായ ഒരു വ്യക്തിയെ, ഒറിജിനലായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? ക്രിയേറ്റീവ് എന്ന് വിളിക്കും അല്ലേ. ക്രിയേറ്റീവാണ്. ഓക്കെ, അടുത്തത് എ പേഴ്സൺ വിത്ത് ദ കപ്പാസിറ്റി ഓഫ് വിഗോറസ് ആക്ടിവിറ്റി, എന്നാണ് 9ാമത്തേത്. ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിനുള്ള ശേഷിയുള്ളൊരു വ്യക്തി, അവരെ നമ്മൾ എനർജറ്റിക് എന്നാണ് പറയുക. 10ാമത്തേത് പേഴ്സൺ ഹൂ ഈസ് ഈസിലി അഫക്റ്റഡ് ബൈ ഇമോഷൻസ്, വികാരങ്ങൾ എളുപ്പത്തിൽ ബാധിക്കപ്പെടുന്നൊരു വ്യക്തി, അവരെ നമ്മൾ സെൻസിറ്റീവ് എന്ന് പറയും. അടുത്തത് എ പേഴ്സൺ ഹൂ ഈസ് ഫോഴ്സ്ഫുൾ ആൻഡ് വിഗോറസ് എന്ന് പറഞ്ഞാൽ ശക്തനും ഊർജ്ജസ്വലനുമായ ഒരു വ്യക്തി, അവരെ നമ്മൾ ഡൈനാമിക് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ഫൈനൽ എ പേഴ്സൺ ഹൂ ഡസൻറ്റ് ഈസിലി ഗെറ്റ് റഫിൾഡ്, എളുപ്പത്തിൽ അങ്ങനെ അസ്വസ്ഥനാകാത്ത ഒരു വ്യക്തി, അവരെ നമ്മൾ കൂൾ ഹെഡഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഓരോ അഡ്ജക്റ്റീവിൻ്റെയും ഡെഫിനിഷൻസ്. ഇതൊക്കെ നമ്മൾ മാച്ചപ്പ് ചെയ്തു. ഇതാണ് ഈ ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ അഡ്ജക്റ്റീവും അതിൻ്റെ ഡെഫിനിഷൻസും പഠിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹൂ വാണ്ട്സ് ടു ഗെറ്റ് ടു ദ ടോപ്പ്, ഹി ഈസ് അംബിഷ്യസ്. എ പേഴ്സൺ ഹൂ ക്യാൻ റിലേറ്റ് ടു അതർ പീപ്പിൾസ് ഫീലിംഗ്സ്, ഹി ഈസ് എംപത്തറ്റിക്. എ പേഴ്സൺ ഹൂ ക്യാൻ എൻജോയ്സ് മീറ്റിംഗ് പീപ്പിൾ ആൻഡ് ന്യൂ സിറ്റുവേഷൻസ്, he is an extrovert. A person who is always on time, punctual. A person who can be counted upon, reliable. A person who is good at finding solutions to problems, practical. A person who can change people's opinions, persuasive. A person who is original in his thinking, creative. A person with the capacity for vigorous activity, energetic. A person who is easily affected by emotions, sensitive. A person who is forceful and vigorous, dynamic. A person who doesn't easily get ruffled, cool-headed. ഈ രീതിയിൽ നിങ്ങൾ അഡ്ജക്റ്റീവ്സ്, അതിൻ്റെ ഡെഫിനിഷൻസ് ഇത് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്
ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാമല്ലോ. ഓക്കെ, ഹിയർ ഈസ് ദി ലിസണിങ് ആക്ടിവിറ്റി. Activity 3. Listen to this advertisement on the audio. Complete the passage after you have listened to the advertisement. നിങ്ങളുടെ ടെക്സ്റ്റിൽ അഡ്വർടൈസ്മെൻറ്റിന് ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഒരു ആഡിൻ്റെ ഓഡിയോ പാസേജാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച ശേഷം ആ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കേട്ട ശേഷം ഈ പാസേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതൊരു ഓഡിയോ അഡ്വർടൈസ്മെൻ്റ് ആണ്. അതിൻ്റെ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഫുൾ ഒരു ആഡിൻ്റെ ആ പരസ്യത്തിൻ്റെ എഴുതിയ ഫോം അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വായിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ കേട്ട ശേഷം ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലിസണിങ് സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് ഫിനിഷ് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. The advertisement is for jobs in a dash sector. They are looking for dash experts. For the general managers, the 3 skills that are disabled are dash experience should be a minimum of dash years. For project managers, the candidate should be dash with at least years of experience. Project leaders should have 6 years of dash experience. Candidates visa will be preferred. Interviews can be scheduled by dash or by sending dash to the email address given. ഓക്കെ, എല്ലാവരും ഇതൊന്ന് വായിക്കുക കേട്ടോ. അപ്പോൾ ഇത് വായിച്ച ശേഷം വേണം നിങ്ങൾ നേരത്തെ ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിയർ ഈസ് ദ ആൻസേഴ്സ്. ഓക്കെ, ഈ ഒരു ഓഡിയോ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മലയാളം മീനിങ് ആയിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കാരണം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വായിച്ചിട്ട് ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഓരോന്നെടുത്തിട്ട് എന്താണോ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ ആ രീതിയിൽ വേണം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യണേ. അതിനുശേഷം മാത്രമേ ഈ ഒരു ആക്ടിവിറ്റിയുടെ ആൻസേഴ്സ് നിങ്ങൾ ശരിയാണോ നിങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ആഡ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത ശേഷം ഇതുമായിട്ട് കമ്പയർ ചെയ്യുക, നിങ്ങൾ എഴുതിയത് ശരിയായോ ഇല്ലയോ എന്ന്. അപ്പം ഓപ്ഷൻ എയുടെ ആൻസർ എന്താണ്? ദ ബാങ്കിങ് സെക്ടർ, ബി ബാങ്കിങ്, സി ടെക്നോളജി, ഡി ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ഇ മാർക്കറ്റിംഗ് സ്കിൽസ്, എഫ് സൗണ്ട് ടെക്നിക്കൽ എക്സ്പോഷർ, ജി 11, BE BTech ആണ് എച്ച്, MBA MTech ആണ് ഐ, ജെ 8, കെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, എൽ B1, എം ടെലിഫോൺ, എൻ റെസ്യൂം. ഓക്കെ, തന്നിരിക്കുന്ന പാസേജിൽ നമ്മളെല്ലാം ആൻസേഴ്സ് അടയാളപ്പെടുത്തി തന്നെ ഉണ്ട്. ഒന്ന് വായിച്ച് നോക്കാം. ദ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ഫോർ ജോബ്സ് ഇൻ എ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിലുള്ള ജോലികളുടെ പരസ്യമാണ്. ദേ ആർ ലുക്കിംഗ് ഫോർ ബാങ്കിങ് ടെക്നോളജി എക്സ്പേർട്സ്, അതിനെയാണ് അവർ നോക്കുന്നത്. ഫോർ ദ ജനറൽ മാനേജേഴ്സ് ദ 3 സ്കിൽസ് ദാറ്റ് ആർ ഡിസേബിൾ ആർ. ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് അവർ ആഗ്രഹിക്കുന്ന 3 സ്കില്ലുകളാണ്. ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, മാർക്കറ്റിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ ടെക്നോളജി എക്സ്പോഷർ. എക്സ്പീരിയൻസ് ഷുഡ് ബി എ മിനിമം ഓഫ് 11 years, 11 വർഷം എക്സ്പീരിയൻസ് വേണം. ഫോർ പ്രൊജക്ട് മാനേജേഴ്സ് ദ കാൻഡിഡേറ്റ്സ് ഷുഡ് ബി, എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് പ്രൊജക്ട് മാനേജേഴ്സിന് വേണ്ടത്? BE BTech, അതുപോലെ MBA MTech CA വിത്ത് അറ്റ്ലീസ്റ്റ് 8 years ഓഫ് എക്സ്പീരിയൻസ്, 8 വർഷം എക്സ്പീരിയൻസ് വേണം. പ്രൊജക്ട് ലീഡേഴ്സ് ഷുഡ് ഹാവ് 6 years ഓഫ് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ്. പിന്നെ കാൻഡിഡേറ്റ്സ് ഹാവിംഗ് B1 വിസ വിൽ ബി പ്രിഫേർഡ്, അവർ ആഗ്രഹിക്കുന്നത് കാൻഡിഡേറ്റ്സിന് B1 വിസ വേണം. ഇൻ്റർവ്യൂസ് ക്യാൻ ബി ഷെഡ്യൂൾഡ് ബൈ, എപ്പോഴാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇൻ്റർവ്യൂ? പിന്നെ ടെലിഫോൺ ഓർ ബൈ സെൻഡിങ് റെസ്യൂം ടു ദ ഇമെയിൽ അഡ്രസ് ഗിവൺ. തന്നിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ അവർ നിങ്ങൾ എന്തയക്കണം? റെസ്യൂം, നമ്മൾ ഉണ്ടാക്കുന്ന CV അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ടെലിഫോണിൽ വഴി. ആ രീതിയിലാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂസ് നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ടെലിഫോൺ വഴി അല്ലെങ്കിൽ ഒരു റെസ്യൂം ഇമെയിൽ അഡ്രസ്സ് തന്നിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയക്കുക. ഓക്കെ ഗൈസ്, ആക്ടിവിറ്റി 4 സ്പീക്കിംഗ്. ഹിയർ ഈസ് എ സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു സിറ്റുവേഷൻ നൽകിയിരിക്കുന്നുണ്ട്. യു ഹാവ് ഗോൺ ടു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫോർ എ ജോബ്. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു. വെൻ യു റീച്ച് ദിയർ യു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ വാക്ക് ഇൻ ഇൻ്റർവ്യൂ. എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ അപ്പം തന്നെ ഇൻ്റർവ്യൂ നടക്കുകയാണ് അവിടെ. യു ആർ ആസ്ക്ഡ് ടു വെയിറ്റ് ആസ് യു വിൽ ബി കോൾഡ് ഇൻ ഷോർട്ട്ലി. നിങ്ങളെ പെട്ടെന്ന് വിളിക്കും, ഉടനെ വിളിക്കും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ പുറത്ത് നിർത്തി. അറ്റ് ദ റിസപ്ഷൻ യു മീറ്റ് അനദർ യങ് മാൻ ഓർ വിമൻ. അപ്പോഴാണ് റിസപ്ഷനിൽ നിങ്ങൾ വേറൊരാളെ കാണുന്നത്. യു ഗെറ്റ് ഇൻ ടു എ കോൺവെർസേഷൻ അബൌട്ട് യുവർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് യുവർ പ്രീവിയസ് ജോബ്. നിങ്ങളുടെ മുന്നത്തെ ജോലി ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് നിങ്ങൾ തമ്മിലൊരു സംഭാഷണം. ഇൻ പെയേഴ്സ് ആക്ട് ഔട്ട് ദിസ് സീൻ. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു പെയറായിട്ട് ഇത് ആക്ട് ചെയ്ത് നോക്കണം. എൻഷുർ ദാറ്റ് ബോത്ത് ഓഫ് യു സ്പീക്ക് ഓൺ ഇഷ്യൂസ് ദാറ്റ് ആർ റെലവൻറ്റ്
രണ്ടുപേരും നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂസൊക്കെ ഇതുമായിട്ട് നിങ്ങളുടെ ടോപ്പിക്കായിട്ട് ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള റെലവൻറ്റ് ഇഷ്യൂസിനെ പറ്റിയായിരിക്കണം. ബിഫോർ യു സ്പീക്ക്, യു ആൻഡ് യുവർ പാർട്ട്ണർ ക്യാൻ റൈറ്റ് ഔട്ട് യുവർ സ്ക്രിപ്റ്റ്. നിങ്ങളിത് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഒന്ന് എഴുതി നോക്കുക. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ ഇഷ്യൂ നമുക്ക് മനസ്സിലായി അല്ലേ? ദേ ആർ ജസ്റ്റ് കമ്മിങ് ദെയർ ടു സബ്മിറ്റ് ദെയർ ആപ്ലിക്കേഷൻ, ബട്ട് വാട്ട് ഹാപ്പൻഡ്, ദർ ഇസ് എ വാക്ക് ഇൻ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂവിനെ പറ്റി തമ്മിൽ എന്തൊക്കെ സംസാരിച്ച് കാണും നമുക്ക് തന്നെ ഇമാജിൻ ചെയ്യാം. അയ്യോ എന്ത് ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ വായിച്ചു നോക്കാം. ഓമർ: ഹായ്, മൈ നെയിം ഈസ് ഓമർ. ആർ യു വെയിറ്റിംഗ് ഫോർ ദ ഇൻ്റർവ്യൂ ഫോർ ദ സ്ക്രിപ്റ്റ് റൈറ്റർ ഫോർ ദ റേഡിയോ സ്റ്റേഷൻ? സൂര്യ: I am Surya. Yes, although I didn't realize that this is going to be a walk-in interview, I haven't really prepared. Well, nor have I. I thought that we just have to submit the application. Well, is this your first job? No, actually, I have done a short stint with ARBC. Wow, why did you leave? Oh, it was a project for 4 months. What about you? This would be my first job, although I have done some script writing as part of my training. Where were you trained? At the College of Mass Communication. That's a really fine place. Where were you trained? Oh, at a local vocation institute. Oh, that's my name announced. See you. ഹായ്, എൻ്റെ പേര് ഓമർ. നിങ്ങൾ അഭിമുഖത്തിനായി കാത്തിരിക്കുകയാണോ റേഡിയോ സ്റ്റേഷൻ്റെ തിരക്കഥാകൃത്ത് എന്ന ജോലിയിലേക്ക്? ഞാൻ സൂര്യ. അതെ, ഇതൊരു ഇത് വാക്കിൻ അഭിമുഖമായതുകൊണ്ട് ഞാൻ ശരിക്കും ഇതിനു വേണ്ടി തയ്യാറായിട്ടില്ല. ഞാനിത് വെറുതെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓ, ഞാനുമില്ല. ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചാൽ മതിയെന്ന് കരുതി. ഇത് നിങ്ങളുടെ ആദ്യത്തെ ജോലിയാണോ ഓമർ? ഞാൻ ARBCയിൽ ഒരു ചെറിയ കാലയളവ് ചെയ്തിട്ടുണ്ട്. എന്തിനാ നീ പോയത്? ഇത് 4 മാസത്തെ പ്രോജക്റ്റ് ആയിരുന്നു. നിന്നെക്കുറിച്ച് പറയൂ. ഞാൻ കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ ആദ്യത്തെ ജോലിയായിരിക്കും, എൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായി. നിങ്ങൾ എവിടെയാണ് പരിശീലനം നേടിയത്? കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ. അത് ശരിക്കും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നിങ്ങൾ എവിടെയാണ് പരിശീലനം നേടിയത്? ഒരു പ്രാദേശിക വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഓ, എൻ്റെ പേര് അനൗൺസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഗ്രാമർ പാർട്ട് പാസീവ് ഫോം ആണ്. റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദ റീഡിംഗ് പാസേജ്. നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. നമ്മൾ ഏത് കാര്യം പറയുമ്പം ആക്റ്റീവായിട്ടും അല്ലെങ്കിൽ പാസീവായിട്ടും നമുക്ക് പറയാം. ആക്റ്റീവായിട്ട് പറയുമ്പോൾ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ പാസീവായിട്ട് പറയുമ്പോൾ ഒബ്ജക്റ്റിനായിരിക്കും ഇമ്പോർട്ടൻറ്റ്. റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദ റീഡിംഗ് പാസേജ്. വായിച്ചിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കിയേ. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് most jobs are not advertised in a competitive job market. Never underestimate the effectiveness of personal contacts. Hopefully your motivation and preferences will be recognized when a vacancy does turn up. ഇതിൽ കുറച്ച് സെൻറ്റൻസുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അണ്ടർലൈൻ ചെയ്ത സെൻറ്റൻസുകളെല്ലാം പാസീവ് വോയിസിലാണ്. അതിൽ ഡോയേഴ്സ് ഓഫ് ദ ആക്ഷൻ ആർ നോട്ട് മെൻഷൻഡ്. ഈ പ്രവൃത്തി ആരാണോ ചെയ്ത് അവരെ നമ്മൾ സൂചിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേങ്കിൽ എന്താണ് ഏറ്റവും പ്രാധാന്യം? പാസീവ് വോയിസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന എല്ലാ വേർഡ്സിലും ആരാണ് ഈ ആക്ടിവിറ്റി ചെയ്തത് എന്നില്ല, ചെയ്ത പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻ്റ്. ദ ഡോയേഴ്സ് ഇൻ റിപ്പോർട്ട്സ്, ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ആൻഡ് സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ആർ ഒമിറ്റഡ് ബിക്കോസ് ദ ഡോയേഴ്സ് ആർ മെനി ഓർ ആർ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ഓർ ആർ വെരി ഒബ്വിയസ്. അപ്പം ഈ പ്രവൃത്തി ചെയ്ത വ്യക്തികൾ ഒരുപാട് പേരുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ അറിയാൻ അത്ര പ്രാധാന്യമുള്ള ആളുകളല്ലാത്തത് കൊണ്ട്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അവരെ നമ്മൾ ഒഴിവാക്കുന്നതാണ് പാസീവ് ഫോമിൽ സംഭവിക്കാറ്. അപ്പം നമ്മൾ ചില റിപ്പോർട്ടുകൾ, ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്, സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കാണുമ്പം ഇന്ന കാര്യമാണ് എക്സ്പെരിമെൻ്റ് നടത്തി, ശാസ്ത്രം വലിയൊരു കണ്ടുപിടുത്തം നടത്തി, അങ്ങനെയുള്ള രീതിയിൽ കാണാം. പക്ഷേ ഇത് ആര് കണ്ടുപിടിച്ചു എന്നൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, കുറേ പേരുണ്ട്, ഇത്രയും ആൾക്കാരുടെ പേര് ഹെഡ്ലൈനായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. അപ്പോൾ ഇവിടെ ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ്, അപ്പം അവിടെ ED ഫോമിലുള്ള ഈ പ്രവൃത്തിക്കാണ് പ്രാധാന്യം. 6 കൊടുത്തിട്ടുണ്ട്, അതും പാസീവ് ഫോമിലാണ്. അഡ്വർടൈസ്മെൻറ്റ് എന്നൊന്നുമല്ല, അഡ്വർടൈസ്ഡ് ED ഫോമിലുള്ളൊരു കാര്യം, അപ്പം അതും പാസീവ് ഫോമാണ്. വിൽ ബി റെക്കഗ്നൈസ്ഡ്, ഈ റെക്കഗ്നൈസ്ഡ് തിരിച്ചറിയപ്പെട്ടു എന്നുള്ളത് അതും എന്താണ്, ഒരു പാസീവ് ഫോമാണ്.
ദ പാസീവ് ഫോംസ് ഓഫ് ദ വെർബ് ഇൻ ഡിഫറെൻറ്റ് ടെൻസസ് വുഡ് ലുക്ക് ആസ് ഫോളോസ്. ഈ ഒരു ബോക്സിലുള്ളത് ഇതേപോലെ പഠിക്കണേ. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്. പ്രസൻറ്റ് ടെൻസിലുള്ളൊരു കാര്യത്തെ നമ്മൾ ഈസ്, ആമ്, ആറ് എന്നതിൻ്റെ കൂടെ പാസ്റ്റ് ഫോമിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ പാസീവ് ഫോം ആണെങ്കിൽ ഈസ്, ആം, ആർ എന്നതിൻ്റെ കൂടെ വെർബ് നമ്മൾ പ്രവൃത്തി പറയുമ്പോൾ പാസ്റ്റ് ഫോം ആയിരിക്കണം. കണ്ടിന്യൂസ് ആണെങ്കിൽ ബീയിങ് ചേർക്കണം. പെർഫെക്റ്റ് ആകുമ്പം ഹാസ്, ഹാവ്, ബീൻ, പാസ്റ്റ് പാർട്ടിസിപ്പൽ. പാസ്റ്റ് ഫോമിലുള്ളൊരു കാര്യത്തിന് പാസീവ് ഫോമിൽ എപ്പോഴും വാസും വേറുമാണ് ചേർക്കുക പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വാസ് വേറിൻ്റെ കൂടെ ബീയിങ്ങും പാസ്റ്റ് പാർട്ടിസിപ്പിളും ചേർക്കണം. ഹാഡ് ആണെങ്കിൽ ബീൻ വേണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ കണ്ടിന്യൂസ് പെർഫെക്റ്റ് ടെൻസ് ഇല്ല, കാരണം ഓൾറെഡി ഫ്യൂച്ചർ ടെൻസ് ആണ്. വിൽ, ഷാൾ, ബി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ പ്രീവിയസ് എക്സാമിനൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇനിയും പ്രതീക്ഷിക്കാം. ചേഞ്ച് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഇൻ ടു ദ പാസീവ് വോയിസ്. ഒമിറ്റ് ദ ടോയർ വേർ ഇറ്റ് ഈസ് നെസസറി. അപ്പോൾ നിന്നിരിക്കുന്നതെല്ലാം ആക്റ്റീവ് വോയിസിലാണ്. ഇതിനെ നിങ്ങൾ പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മറക്കരുത് ഒരു കാര്യം, ഡോയറിനെ നിങ്ങൾ ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ ആരാണോ ഈ പ്രവൃത്തി ചെയ്തത് അവരെ നിങ്ങൾ ഒഴിവാക്കണം. എവിടെയാണോ അത്യാവശ്യം അവിടെയൊക്കെ നിങ്ങൾ ഡോയറിനെ ഒഴിവാക്കണം. ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 1. ദേ പുൾ ഡൗൺ മെനി ട്രീസ്. ഇത് ആക്റ്റീവ് വോയിസിലാണുള്ളത് അല്ലേ. ഇവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? ദേ ആരാണ്? ഒരുപാട് നിരവധി മരങ്ങൾ താഴേക്ക് വീണു. അപ്പം അവരാണിത് ചെയ്തിരിക്കുന്നത്, ഈ പ്രവൃത്തി. ദേ പുൾ ഡൗൺ മെനി ട്രീസ്. ഒരുപാട് മരങ്ങൾ അവർ താഴേക്ക് വലിച്ചു. അപ്പോൾ ഇവിടെ ചെയ്തത് ആരാണ്? സബ്ജക്റ്റ് ദേ, അവർക്കാണ് ആക്ഷൻ. ആരാണോ ചെയ്തത്, ഡോയർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആക്റ്റീവ് വോയിസിൽ. ഇനി നമ്മളിത് പാസീവ് വോയിസിലോട്ട് മാറ്റണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പ്രവൃത്തിക്കാണോ? അല്ല. അതേസമയം സബ്ജക്റ്റിനാണോ? അല്ല. ഒബ്ജക്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് ആകുമ്പം ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ്. അപ്പം മെനി ട്രീസ് വെയർ പുൾ ഡൗൺ. എന്താണ് വരിക? മെനി ട്രീസ് വെയർ പുൾ ഡൗൺ. അപ്പം ഇവിടെ നമ്മൾ മരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകി. ഇനി അടുത്ത നോക്കാം. വി മേക്ക് ഓഫ് വാട്ടർ ഫ്രം എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്താണ് നമ്മൾ ജലം ഉണ്ടാക്കുന്നത്. സമ്മൺ ഹിറ്റ് മൈ കാർ ഫ്രം ദ ബാക്ക്. എൻ്റെ കാറിന് ആരോ ബാക്കിൽ വന്ന് ഇടിച്ചു. ദ പ്രിൻസിപ്പൽ അൺഫോൾഡഡ് ദ ഫ്ലാഗ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രിൻസിപ്പൽ ഫ്ലാഗ് തുറന്നു. മാഡം ക്യൂരി ഡിസ്കവേർഡ് റേഡിയം. റേഡിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂരിയാണ്. ദേ അനൗൺസ്ഡ് ദ വിന്നേഴ്സ് ഓഫ് ദ നൊബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി യെസ്റ്റർഡേ. ഇന്നലെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലും നൊബൽ പ്രൈസ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തത് അവരാണ്. സമ്മൺ ബ്രോക്ക് ദ വിൻഡോ യെസ്റ്റർഡേ ഇൻ ദ ഈവനിങ്. ഇന്നലെ ഈവനിങ് വിൻഡോ ആരോ തകർത്തു. ദ ഫയർ ബ്രിഗേഡ് വിൽ പുട്ട് ഔട്ട് ദ ഫയർ. അതുപോലെ തന്നെ ദേ ഹാവ് ക്ലിയർഡ് ഓൾ ദ റോഡ്സ് ഇൻ ദിസ് ഏരിയ ഡ്യൂ ടു VIP മൂവ്മെൻറ്റ്. VIP സഞ്ചാരം കാരണം ഈ ഏരിയയിലെ മുഴുവൻ റോഡുകളും അവർ വൃത്തിയാക്കി. ദേ ഇലക്റ്റഡ് എ ന്യൂ മേയർ യെസ്റ്റർഡേ. ഇന്നലെ ഒരു പുതിയ മേയറെ അവർ തിരഞ്ഞെടുത്തു. ഈ എല്ലാ സെൻറ്റൻസുകളും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കിക്കേ, അല്ലെങ്കിൽ നല്ലോണം ഒന്ന് വായിച്ചു നോക്കിക്കേ. എല്ലായിടത്തും ഡോയർക്കാണ് ഇമ്പോർട്ടൻസ്. മരം വലിച്ച അവർക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രജൻ ഓക്സിജൻ മിക്സ് ചെയ്ത നമ്മൾക്കാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ സംവൺ പ്രിൻസിപ്പാളിന്, മാഡം ക്യൂരിക്ക്. അതുപോലെ അനൗൺസ് ചെയ്തവർക്ക്, പിന്നെ ആരാണോ വിൻഡോ ഹിറ്റ് ചെയ്തത് അവർക്ക്. അതുപോലെ അഗ്നിശമന സേനയ്ക്ക്, പിന്നെ ആരാണോ റോഡ് വൃത്തിയായത് അവർക്ക്, പിന്നെ മേയറിനെ ഇലക്ട് ചെയ്ത ആളുകൾ. അപ്പോൾ ഇവർക്കൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സബ്ജക്റ്റിനാണ് ആക്റ്റീവ് വോയിസിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പാസീവ് വോയിസിലോട്ട് മാറ്റണം. അപ്പോൾ മനസ്സിൽ വേണം, ഡോയറിനെ വേണ്ടെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അങ്ങനെയാണ് പാസീവ് വോയിസിലോട്ട് മാറ്റേണ്ടത്. ഒബ്ജക്റ്റിന് ഫസ്റ്റായിട്ട് സബ്ജക്റ്റായിട്ട് വരണം. ഓക്കെ, ഹിയർ ഈസ് ദ ആൻസേഴ്സ്. മെനി ട്രീസ് വെയർ പുൾ ഡൗൺ. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ദേ പുൾ ഡൗൺ മെനി ട്രീസ്. അപ്പോൾ ഇവിടെ ദേ ഒഴിവാക്കി സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന ആക്റ്റീവ് വോയിസിനെ നേരെ തിരിച്ചിട്ടു. ഒബ്ജക്റ്റ് ആദ്യം പറഞ്ഞു, മെനി ട്രീസ് ആണ്. വെയർ ആഡ് ചെയ്തു. എന്താണ് പ്രവൃത്തി? പുൾ ഡൗൺ ആണ് അല്ലേ. അപ്പോൾ മെനി ട്രീസ് വെയർ പുൾ ഡൗൺ. ആരാണത് ചെയ്തത്? അവരാണ്. നമുക്ക് അവരെ ആഡ് ചെയ്യണമെങ്കിൽ ബൈ ആഡ് ചെയ്തിട്ട് ബൈ ദം എന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ ഒമിറ്റ് ചെയ്യണം.
അവരെ നമ്മളിവിടെ ഒഴിവാക്കിയിരിക്കുകയാണ്. മെനി ട്രീസ് വെയർ പുൾ ഡൗൺ. അടുത്തത് വി മേക്ക് വാട്ടർ എന്നുള്ളതായിരുന്നു, അത് നമ്മൾ മാറ്റി. വാട്ടർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, അതാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടത്. വാട്ടർ ഈസ്, മേക്ക് എന്നുള്ളത് മെയ്ഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനിയോ അപ്പം ഇവിടെ എന്താണ്, ഒബ്ജക്റ്റ് സബ്ജക്റ്റായി, വെർബാണ് മെയ്ഡ് എന്ന് പറയുന്നത്, പിന്നെന്താണ് സബ്ജക്റ്റ് ഒബ്ജക്റ്റായി, ഫ്രം എ മിക്സ്ചർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇനി മൈ കാർ വാസ് ഹിറ്റ് ഫ്രം ദ ബാക്ക്. അപ്പം സബ്ജക്റ്റ് എന്തായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, സമ്പൺ ആയിരുന്നു അല്ലേ. അപ്പം അതിനെ ഒഴിവാക്കി മൈ കാറാണ് സബ്ജക്റ്റ്, ഹിറ്റ് എന്നുള്ളത് വെർബ്, ഫ്രം ദ ബാക്ക് എന്നുള്ളത് ഒബ്ജക്റ്റ്. അവിടെ ഉള്ളത് SVO ഫോമിനെ OVS ആക്കി മാറ്റി. ദ ഫ്ലാഗ് വാസ് അൺഫോൾഡഡ് ബൈ ദ പ്രിൻസിപ്പൽ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. ഇവിടെ ഫ്ലാഗ് ആണ് ഒബ്ജക്റ്റ്, അതിനാണ് സബ്ജക്റ്റ് ആക്കിയത്. അൺഫോൾഡഡ് ആണ് വെർബ്, ബൈ ആഡ് ചെയ്തിട്ട് പ്രിൻസിപ്പലിനെ ചേർത്തു, ബാക്കിയൊക്കെ അതേപോലെ. പിന്നെ റേഡിയം വാസ് ഡിസ്കവേർഡ് ബൈ മാഡം ക്യൂരി. ആക്റ്റീവ് വോയിസിൽ എങ്ങനെ പറയുക, മാഡം ക്യൂരി ഡിസ്കവേർഡ് റേഡിയം എന്നുള്ളത് നമ്മൾ റേഡിയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. റേഡിയം വാസ് സബ്ജക്റ്റാണ്, റേഡിയം വാസ് ഡിസ്കവേർഡ് വെർബ് ED ഫോമിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ബൈ മാഡം ക്യൂരി. മനസ്സിലായല്ലോ. അപ്പോൾ അത് പാസീവ് വോയിസ് ആയി. ഇനി ആറാമത്തെ നോക്കാം. ദ വിന്നേഴ്സ് ഓഫ് ദ നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വെയർ അനൗൺസ്ഡ് യെസ്റ്റർഡേ. അപ്പം ആരായിരുന്നു അനൗൺസ് ചെയ്തത്, ദേ അനൗൺസ്ഡ് ആയിരുന്നു അല്ലേ. അത് നമ്മൾ ദേ എന്നുള്ളത് ഒഴിവാക്കി, പകരം ഒബ്ജക്റ്റ് ദ വിന്നേഴ്സ് ആണല്ലോ ഒബ്ജക്റ്റ്, വിന്നേഴ്സ് ഓഫ് ദ നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വെയർ അനൗൺസ്ഡ് യെസ്റ്റർഡേ. ഇനി ദ വിൻഡോ വാസ് ബ്രോക്കൺ യെസ്റ്റർഡേ ഇൻ ദ ഈവനിങ്. ദ ഫയർ വിൽ ബി പുട്ട് ഔട്ട് ബൈ ദ ഫയർ ബ്രിഗേഡ്. ഓൾ ദ റോഡ്സ് ഇൻ ദ ഏരിയ ഹാവ് ബീൻ ക്ലിയർഡ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് VIP. എ ന്യൂ മേയർ വാസ് ഇലക്റ്റഡ് യെസ്റ്റർഡേ. അപ്പം എ ന്യൂ മേയർ എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റാണ് സബ്ജക്റ്റ് ആയത്. വാസ് ഇലക്റ്റഡ് വെർബ്, യെസ്റ്റർഡേ എന്നുള്ളത് ഒബ്ജക്റ്റ്. മറ്റേ ആക്റ്റീവ് വോയിസിൽ എങ്ങനെ ഉണ്ടായിരുന്നേ, യെസ്റ്റർഡേ എന്നുള്ളതായിരുന്നു ആദ്യം വന്നത് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ദ ഫോം ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സാമ്പിൾസ് നോക്കുക, എന്നിട്ടൊന്ന് മാറ്റി എഴുതി നോക്കുക. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, ഇതിനെ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും, വെർബ് പിന്നെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആവും. ഒബ്ജക്റ്റിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ നമ്മൾ ബൈ ആഡ് ചെയ്ത് വേണം പാസീവ് ആക്കാൻ. പിന്നെ ആ ബോക്സിലുള്ള രീതിയിൽ പാസ്റ്റ് വരുമ്പം ED വേണം, പിന്നെ ഫ്യൂച്ചർ വരുമ്പം വില്ല്, വാസ്, വേർ, ഈസ്, ആം, ആർ, ഈ രീതിയിൽ ഫോളോ ചെയ്യും. ഓക്കെ, ഹിയർ ഈസ് ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ഫില്ലിംഗ് അപ്പ് ക്വസ്റ്റ്യനെയർ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യനെയർ തരും. നമുക്കൊരു ജോലി ആവശ്യമാണെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ കൊണ്ട് എഴുതിക്കുന്നതാണിത്. ഓക്കെ, ഫില്ലിംഗ് അപ്പ് ക്വസ്റ്റ്യനെയർ. വെരി ഓഫൺ വെൻ യു അപ്ലൈ ഫോർ എ ജോബ് യു സബ്മിറ്റ് എ റെസ്യൂം. നമ്മൾ എപ്പോഴായാലും പലപ്പോഴും ജോലി ആവശ്യത്തിന് പോകുമ്പോൾ നമ്മൾ റെസ്യൂം കൊടുക്കാറുണ്ടല്ലേ. ഓൺ ദ ബേസിസ് ഓഫ് ദ റെസ്യൂം യു ആർ ഷോർട്ട് ലിസ്റ്റഡ് ആൻഡ് കോൾഡ് ഫോർ ആൻ ഇൻ്റർവ്യൂ. നമ്മളുടെ CV നോക്കിയിട്ട് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് അവരെന്ത് നൽകുന്നത്, നമുക്കൊരു ജോലി ഇൻ്റർവ്യൂവിന് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെ വിളിക്കുന്നത്. സം കമ്പനീസ് എക്സ്പെക്ട് യു ടു ഫിൽ അപ്പ് ക്വസ്റ്റ്യനെയർ ജസ്റ്റ് ബിഫോർ ദ ഇൻ്റർവ്യൂ. ചില കമ്പനികളിൽ നമ്മൾ ഓൾറെഡി CV കൊടുത്താൽ കൂടി ആ കമ്പനി നമുക്ക് ഒരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുമ്പ് നൽകും. ഹിയർ ഈസ് സച്ച് എ ക്വസ്റ്റ്യനെയർ. ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനെയറാണിത്. പ്ലീസ് റീഡ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് ഫിൽ ഇറ്റ് അപ്പ്. നന്നായി വായിച്ച് ശ്രദ്ധയോടെ വായിച്ചിട്ട് ഫില്ല് ചെയ്യുക. യു ഹാവ് അപ്ലൈഡ് ടു എ കമ്പനി മാനുഫാക്ചറിങ് ചോക്ലേറ്റ്സ്. ഒരു ചോക്ലേറ്റ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. അവർ തന്ന ക്വസ്റ്റ്യനെയറാണ്, വായിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. ക്വസ്റ്റ്യനെയർ എന്താണ്, ഓൾ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദ ഇൻ്റർവ്യൂ ആർ എക്സ്പെക്റ്റഡ് ടു ഫിൽ അപ്പ് ദിസ് ഫോം ജസ്റ്റ് ബിഫോർ ദ ഇൻ്റർവ്യൂ. ദിസ് വിൽ ഗിവ് us എ ബെറ്റർ പിക്ചർ ഓഫ് യു. നിങ്ങളെപ്പറ്റി നല്ലൊരു രൂപം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യണം, അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞവർ പറയും. നെയിം, ജോബ് അപ്ലൈഡ് ഫോർ. ആദ്യം നമ്മുടെ പേര് എഴുതാം. ടിക്ക് ദ ലൈറ്റ് ബോക്സ് താഴെയുണ്ട്. നിങ്ങളുടെ ഏത് ജോലി വേണ്ടേ, കുറേ ജോലികളുണ്ടല്ലോ. ഇവിടുത്തെ മാനേജ്മെൻറ്റ് ട്രെയിനി ആവാനാണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ, അക്കൗണ്ട് ഓഫീസറാണോ വേണ്ടത്. അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ടിക്ക് ഇടുക. അല്ലെങ്കിൽ അക്കൗണ്ട് ഓഫീസർ ആണെങ്കിൽ അതിൽ ടിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷൻ, ലിസ്റ്റ് പ്രീവിയസ് ജോബ്സ് ആൻഡ് പൊസിഷൻസ് ഹെൽഡ് ഇഫ് എനി. നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും ജോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ സ്ഥലത്തിലെ പൊസിഷൻ എന്തായിരുന്നു, അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അത്, അക്കൗണ്ട് ഓഫീസർ ആണെങ്കിൽ അത്. ഓക്കെ, ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ. ഈ രീതിയിൽ നിങ്ങൾ പ്രീവിയസ് ജോബും അതിൻ്റെ പൊസിഷനും എഴുതണം. ലിസ്റ്റ് 3 റീസൺസ് വൈ യു ഫീൽ യു ആർ റിയലി സ്യൂട്ടബിൾ ഫോർ ദ ജോബ്. വെറുതെ 3 കാര്യങ്ങൾ നിങ്ങൾ ഇതിന് സ്യൂട്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 കാരണങ്ങൾ എഴുതുക. ഞാൻ എക്സ്പേർട്ടാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഞാൻ സ്മാർട്ടാണ്, എൻ്റെ പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള നമുക്ക് റീസൺസ് എഴുതാമല്ലോ.
സി ഓപ്ഷൻ നോക്കിക്കേ. ലിസ്റ്റ് any 2 hobbies you have that will support your candidature and say how. ഓക്കെ, നിങ്ങളുടെ 2 ഹോബീസ്, അത് നിങ്ങളുടെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള 2 ഹോബീസ് നിങ്ങളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതെങ്ങനെ എന്നും കൂടി പറയണം. പിന്നെ ഓപ്ഷൻ ഡി നോക്കുക. ദീസ് ആർ സം ക്വാളിറ്റീസ് വി വാല്യൂ ഇൻ അവർ എംപ്ലോയീസ്. ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില ഗുണങ്ങളുണ്ട് ഞങ്ങളുടെ തൊഴിലാളികളിൽ. നമ്പർ ദം അക്കോർഡിംഗ് യുവർ പ്രയോറിറ്റി. നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന രീതിയിലുള്ള നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളിത് എഴുതുക. ഹോണസ്റ്റി ആണെങ്കിൽ അത്, പങ്ക്ച്വാലിറ്റി, സെൻസ് ഓഫ് ബിലോങ്ങിങ്, എല്ലാവരോടും കൂടി ചേരും, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, റെസ്പെക്റ്റ്, റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ എംപ്ലോയീസിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ്. അപ്പോൾ നിങ്ങൾ നമ്പർ ചെയ്യണം. ആദ്യം ഹോണസ്റ്റി 1, പിന്നെ ഞാൻ പങ്ക്ച്വാലിറ്റി 2, പിന്നെ ഞാൻ കമ്മിറ്റ്മെൻ്റ് ആണ് 3, പിന്നെ റെസ്പെക്റ്റ് 4, റെസ്പോൺസിബിലിറ്റി 5, സെൻസ് ഓഫ് ബിലോങ്ങിങ് 6. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾ നമ്പർ ചെയ്യുക. നമ്പർ ദം അക്കോർഡിംഗ് യുവർ പ്രയോറിറ്റി. നിങ്ങൾ ഏതിന് മുൻതൂക്കം നൽകുന്നു ആ രീതിയിൽ ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. Okay, next activity. In a short paragraph of not more than 100 words, tell us about yourself. Write about your dreams and ambitions and how you plan to make them a reality. ചെറിയൊരു പാരഗ്രാഫിൽ നിങ്ങളെക്കുറിച്ച് പറയണേ. നിങ്ങളുടെ ഡ്രീംസും അംബിഷൻസും, അതുപോലെ നിങ്ങളത് ഒരു നിങ്ങളുടെ അംബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു പാരഗ്രാഫായിട്ട് പറയാം. ഇവിടെ ഒരു ആൻസർ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. My name is Salman Anwar. I am in my final year of economics major. I have many dreams which I am determined to fulfill. I wish to join UNESCO. Here I would like to work on projects involving underprivileged children. My dream is to create a world where no child goes hungry. My greatest joy is to see a smile on a child's face. In order to fulfill my ambition, I am also a member of the college social welfare club. We have taken under our care a nearby slum cluster. I do voluntary teaching there. I teach both adults and children. I go there twice a week in the evenings. This is about Salman Anwar. Okay, based on reading this, you prepare your self-intro. Based on this, okay? Okay, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് സ്വാഭാവികമായിട്ടും ഉറപ്പുള്ള ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണിത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ ഒരു റെസ്യൂം CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഒരു സെൽഫ് ഇൻട്രോ ബേസ്ഡ് ഓൺ ദിസ്, ഇതിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ഇൻട്രോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ, പേര്, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇൻട്രോ തയ്യാറാക്കണേ. Okay, let's sum up. After going through this unit, you will have some idea of the type of jobs available in the market. More than that, you would have learned how to explore the job market and get help to find the most suitable job. Remember that if you get a job you like and enjoy it, then your jobs will cease to be work and will become a world of joy. That would be the best thing that would happen to you, wouldn't it? നമ്മൾ ഈ യൂണിറ്റിലൂടെ കടന്നു പോകുമ്പോൾ ലഭ്യമായ ജോലികളുടെ തരത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ലഭിക്കുമല്ലോ. എന്താ പറയുക, നമ്മളൊരു മാർക്കറ്റിങ്ങിൽ അതിലുപരിയായിട്ട് നമ്മളൊരു ജോലി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ പര്യവേക്ഷണം ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിക്കുമായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ചെയ്ത് ഏറ്റവും അനുയോജ്യമായ ജോലി കണ്ടെത്താൻ നമുക്ക് സഹായം നേടാൻ എങ്ങനെ പറ്റും? കൺസൾട്ടൻറ്റിനെയാണ് കാണേണ്ടത്, റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയെക്കുറിച്ച്. അപ്പോൾ ജോലി കിട്ടിയാൽ ഓർക്ക് നിങ്ങളത് ഇഷ്ടപ്പെടണം, ആസ്വദിക്കണം. അപ്പോൾ നിങ്ങളുടെ ജോലിയായി മാറുള്ളൂ. അതുപോലെ സന്തോഷത്തിൻ്റെ ലോകം, അത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. അതുപോലെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു, അവിടെയുള്ളവരായിട്ട് സംസാരിക്കുന്നു. നമ്മൾ ആ വോക്കിൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ കൂടി നമ്മളതിന് തയ്യാറെടുക്കുന്നു, നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഒരു പെട്ടെന്നൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പ് ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പേ പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്ങനൊരു ക്വസ്റ്റ്യനെയർ തരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതുക. അപ്പോൾ സെൽഫ് ഇൻട്രോ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ സെൽഫ് ഇൻട്രോ ചെയ്യാൻ പറയുമ്പം നമ്മൾ ഇതിൽ കണ്ട എക്സാമ്പിളൊക്കെ പോലെ തന്നെ നല്ലൊരു രീതിയിൽ ഒരു 100 വേർഡ്സിൽ ഒരു സെൽഫ് ഇൻട്രോ ചെയ്യാൻ. അപ്പം